കണ്ണൂർ കൈതപ്രം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം വ്യക്തിവിരോധമെന്ന എഫ്ഐആർ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും സഹപാഠികളായിരുന്നു. കേസിൽ പ്രതി സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുകയാണ്. ബൈജു, ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തെളിയിക്കുന്നതിലേക്കുള്ള കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഇത്. ഈ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അതാണോ രാധാകൃഷ്ണൻ ഇത്തരത്തിൽ ചോദ്യം ചെയ്തത്? പ്രകോപിപ്പിക്കുകയായിരുന്നോ സന്തോഷിനെ? എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? അതെ ആര്യ, കഴിഞ്ഞ ബുള്ളറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കുടുംബപരമായ പ്രശ്നത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് FIR-ൽ പറയുന്നത്. ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയുമായി ഇയാൾക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ നിരന്തരം തർക്കമുണ്ടാവുകയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ ഇത് തമ്മിൽ പരാതിയായി വരികയും പിന്നീട് പരിയാരം പോലീസ് സ്റ്റേഷനിൽ സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പ് ഒക്കെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഇന്നലെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇയാളുടെ തോക്കും എടുത്ത് ഈ വീട്ടിലെത്തുകയും രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും ഈ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇന്നലെ വലിയ മദ്യലഹരിയിലായിരുന്നുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യാൻ കൂടുതൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ഒടുവിലായി ഇയാൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും മകൻ അർപ്പിത് കൃഷ്ണന്റെ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ മകൻ അർപ്പിത് കൃഷ്ണന്റെ പരാതിയിലാണ് ഇപ്പോൾ പരിയാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ കൃത്യമായി കുടുംബപരമായ പ്രശ്നം, അതിനെ തുടർന്നുണ്ടായ വ്യക്തിപരമായ വൈരാഗ്യം, ഇതാണ് ഈ കൊലപാതകത്തിൽ നയിച്ചതെന്ന് FIR-ൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ കേസിലേക്ക് ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഈ സന്തോഷും തമ്മിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു. ഇയാളുടെ ഈ വീട്ടിന്റെ ജോലി അത് നേരത്തെ നിർമ്മാണ കരാർ ഏറ്റെടുത്തതും ഈ സന്തോഷായിരുന്നു. അത്രത്തോളം ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഈ ഭാര്യയുമായുണ്ടായ ഈ സൗഹൃദം അത് രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യുകയും ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും മകന്റെ പരാതിയിലാണ് ഇപ്പോൾ പരിയാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാധാകൃഷ്ണന്റെ മൃതദേഹം അല്പസമയത്തിനകം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇനി ലഭിക്കാനുണ്ട്. ഏതായാലും നെഞ്ചിലാണ് രാധാകൃഷ്ണന് വെടിയേറ്റത്. ഇന്നലെ 6:30 നിർമ്മാണം നടക്കുന്ന രാധാകൃഷ്ണന്റെ വീട്ടിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. പിന്നീട് ഈ പ്രതിയെ വീട്ടിനകത്തു തന്നെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വന്തമായ തോക്ക് ലൈസൻസ് ഉള്ള ഈ പ്രതി ആ തോക്ക് ഉപയോഗിച്ചാണ് ഈ രാധാകൃഷ്ണനെ വെടിവെക്കുന്നതും കൊലപ്പെടുത്തുന്നതും. എന്നാലും പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആര്യ, KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.